വെള്ള വണ്ടി എടുക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇതേമാതിരി അമ്പലത്തിൽ പോയിട്ട് പൊട്ടുടിക്കുന്നതിന് മുമ്പേ ആദ്യം ഗോബോട്ടിൽ വന്ന് പണിഞ്ഞതിന് ശേഷം മാത്രം ചെയ്താലേ പോകുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ പണി കണക്ക് നിങ്ങൾക്ക് ഉണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടി എടുത്ത് ഒരു 450 കിലോമീറ്റർ ഓടി അതിനിടയ്ക്ക് വെച്ച് അമ്പലത്തിൽ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടൊരു കുങ്കുമം തന്നെ ഇട്ടത്. അതപ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ വീടിനടുത്തുള്ളവരോട് ചെയ്ത് അവർ പറഞ്ഞു ഇവിടെ ഗോബോട്ടിൽ കൊല്ലത്ത് കൊണ്ട് വന്നാൽ മതി, അപ്പോൾ അവരിതെല്ലാം ക്ലിയർ ആക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. വന്നിട്ട് ഇപ്പോൾ വണ്ടി എടുത്തതിൻ്റെ വളരെ വ്യത്യാസമായിട്ട് കാണാൻ കഴിയും. നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അല്ല, ആ ഒരു മഞ്ഞ കളർ മഞ്ഞ കളർ അത് മാറ്റാൻ പറ്റത്തില്ല. മാറ്റി കഴിഞ്ഞാൽ മാറ്റാനൊക്കെ പറ്റും, പക്ഷെ അതിന്റെ പെയിന്റ് അത്യാവശ്യം ഡാമേജ് ആയി പോകുന്നു പറയുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ വെച്ചിരിക്കണം. അങ്ങനെ ഇരിക്കുന്നോട്ടെ, ഓർമ്മയ്ക്കായിട്ട് വെച്ചേക്കാണ്. അത് അത്രയൊന്നുമില്ല. വേറെ നമ്മുടെ ബോറോഫിൻ നല്ല രീതിയിൽ തന്നെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ ശരി. ആദ്യം ഇനി ആരോടെങ്കിലും പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്ത് പറയും? ഗോബോട്ട് മാത്രമല്ല, മഞ്ഞളുടെ കാര്യം പറയും. അത് പറയും. ഉറപ്പല്ലേ? മഞ്ഞളല്ല, അത് ചുവപ്പാണ്. കളർ മാറി. കുങ്കുമമായിരുന്നു കടക്കൽ അമ്പലത്തിലെ ക്ഷേത്രത്തിൽ. അതുകൊണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അടിപൊളി. അപ്പം ഓക്കെ സാർ, ഹാപ്പി അല്ലേ? ഓക്കെ.